ഹലോ, സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമുക്ക് പത്തരമാറ്റിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ. പത്തരമാറ്റിൻ്റെ കഥയിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ ദേവയാനിയും ജലജി അനാമിക എന്താ പറയുക ജാനകിയൊക്കെ കൂടെ നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്താ ഇനിയിപ്പോൾ അവളെ ഒരുത്തനെ കല്യാണം കഴിച്ചാണെങ്കിൽ ഇവനൊന്ന് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതിയായിരുന്നു. അനീനയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അനീനെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഇനിയിപ്പോൾ നയന എങ്ങാനും ആ കല്യാണം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വീണ്ടും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കണം. അതിന് ദേവയാനി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് അജയൻ എന്തോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കവർ കാറിൽ വെക്കാൻ പോകുമ്പോഴേക്കും വേണു അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വേണുവിനെ കാണുമ്പോൾ അജയൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കാർ കയറുന്നില്ല, കടന്നു വരുന്നുണ്ട്. അപ്പോൾ നീ കണ്ടോ നിൻ്റെ മകൻ്റെ മുഖത്ത് വീണ പാട് എന്നറിയും. അപ്പോൾ പറയും, എന്താണോ നീ കാണിച്ചതിൻ്റെ മോനെ വയ്ക്കുമ്പോൾ ഞാനൊന്നും കാണിച്ചില്ല, CI കാണിച്ചു. അപ്പോൾ ഇങ്ങനെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ് അജയൻ പോയിട്ട് വേണുവിൻ്റെ. അപ്പോൾ തല്ലാൻ നിൽക്കുക. പറയും, നീ എന്നെ തല്ലണ്ട, ഞാനല്ല ചെയ്തിരുന്നത്, ഈ സ്റ്റേഷനിൽ CI ആണ് ചെയ്യുന്നത്. അവളില്ലേ നന്ദു, അവളെ കാണാൻ പോവുക എന്തോ ചെയ്തിട്ടുണ്ടെന്ന് നിൻ്റെ മകൻ. അപ്പോൾ അവൻ കൊടുത്ത അയാളാണ് തല്ലിയത്. CI നന്ദുവിനെക്കാട്ടിലും സീനിയറായ ഓഫീസർമാരൊക്കെ ഉണ്ടെന്നൊക്കെ നിൻ്റെ മകനെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് എന്നറിയും. ഞാൻ വിചാരിച്ചു നീ എങ്ങനെയാണ് എൻ്റെ മകനെ ഗുണ്ടകളെ വിട്ട് ചെയ്യിച്ചിരുന്നെങ്കിൽ ഇതോടുകൂടി നിൻ്റെ അവസാനമായിരിക്കും എന്നിങ്ങനെ അജയൻ പറയുന്നത്. അപ്പോൾ ഞാനൊന്നല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഗുണ്ടകളെ വെച്ച് പിന്നെ പോലീസുകാരെയൊക്കെ പോലീസുകാർക്കൊക്കെ കാശ് കൊടുത്ത് ചെയ്യിക്കാൻ അതിന് മാത്രമുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറയുന്നത്. നീ നിൻ്റെ മകനെ എന്തായാലും നേരെ നിർത്തിക്കോ, അല്ലെങ്കിൽ ഇനി നിൻ്റെ അങ്ങനെയുള്ള അടികൾ അവന് കിട്ടും. ഇങ്ങനെ മുഖം ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും, മുഖത്ത് പാടായിട്ട് നടക്കേണ്ടി വരും എന്നൊക്കെ അജയനോട് പറയും. അപ്പോൾ അജയൻ പറയും, നീ നിൻ്റെ കാര്യം നോക്ക്, നിൻ്റെ മകളുണ്ടല്ലോ ചാടി നടക്കണു, അവളെ കാര്യം നോക്ക്, നീ എൻ്റെ മകൻ്റെ കാര്യം നോക്കാൻ അങ്ങോട്ട് വരണ്ട എന്നങ്ങനെ പറഞ്ഞിട്ട് അജയൻ കാറിൽ കയറിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അതിൽ വേണു ഏതായി പോയി നിൽക്കുകയാണ്, പടി കൊടുത്ത് അടി മേടിച്ച പോലെ ആയിപ്പോയി. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ സംസാരിക്കുന്നുണ്ട്, പിന്നെ ദേവയാനി അജയനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ പറയും, എന്തൊക്കെയാണ് എടുത്ത് ഞാൻ കേൾക്കുന്നത് അറിയും. അപ്പോൾ പറയും, അവന് ഭ്രാന്ത് പിടിച്ച പോലെയാണ് ആ കുട്ടി നടക്കുന്നത്. ഇപ്പം നന്ദുവിൻ്റെ കല്യാണം ആ CI ആയിട്ട് ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം തുടങ്ങിയിട്ട് അവനാകെ ഭ്രാന്ത് പിടിച്ച പോലെയാണ്. അച്ഛൻ അവനെ പോയിട്ട് അയാളെ CI പോയിട്ട് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞു. എന്നാലും ഇവൻ്റെ അടുത്ത് തെറ്റല്ലേ ഇവൻ പോയത്, പിന്നെ ഇവൻ ചെയ്യുന്നത് തെറ്റല്ലേ, അവളെ പിറകെ നടക്കേണ്ട വല്ല കാര്യമുണ്ട്.